Good morning, dear students. So welcome back. Today we will have a discussion on valence bond theory of hydrogen molecule. Hydrogen molecule and bonding നമുക്കൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് രണ്ട് അപ്രോച്ചസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് മോളിക്കുലർ ഓർബിറ്റൽ അപ്രോച്ചും രണ്ടാമത്തേന്ന് പറയുന്ന വാലൻസ് ബോണ്ട് അപ്രോച്ചും. അപ്പം എമോ തിയറി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. നമ്മൾ അതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മെയിൻ ഫീച്ചർ ആയിട്ട് കണ്ടത് അതിന്റെ വേവ് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നതിലായിട്ടായിരുന്നു അല്ലേ? വേവ് ഫംഗ്ഷൻ എങ്ങനെയാ എമോ തിയറിക്കകത്ത് സെലക്ട് ചെയ്തത്? അവിടെ ഹൈഡ്രജൻ അയോൺ രണ്ട് H2+ അയോൺസിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ എന്തിനാ ടോട്ടൽ വേവ് ഫംഗ്ഷൻ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ ഈസ് കൺസിഡേർഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 1 ഇലക്ട്രോൺ H2+ അയോൺ വേവ് ഫംഗ്ഷൻസ്. അതായിരുന്നു നമ്മൾ എവിടെ കൺസിഡർ ചെയ്തത്? എമോ തിയറി ഓഫ് ഹൈഡ്രജൻ മോളിക്യൂളിനകത്ത് കൺസിഡർ ചെയ്തത്. ഓക്കെ, നമുക്കിനി എന്താണ് വാലൻസ് ബോണ്ട് തിയറി പറയുന്നത് നമുക്ക് നോക്കാം. Okay, now this valence bond theory was proposed by Hitler and London in 1927. Therefore, this theory is also known as Hitler and London theory. Okay, and it starts with individual atoms and consider the interactions between them. എമോ തിയറിക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട്, അതായത് H2+ അയോണിലേക്ക് ഒരു ഇലക്ട്രോൺ കൂടെ വന്നു ചേരുന്ന അവസ്ഥയായിരുന്നു നമ്മൾ ഇതിനകത്ത് പറഞ്ഞു നിർത്തിയത്, എമോ തിയറിക്കകത്ത് പറഞ്ഞു നിർത്തിയത്. H2+ അയോണിലേക്ക് ഒരു ഇലക്ട്രോൺ കൂടെ വന്നു ചേരും. ഓക്കെ, ആൻഡ് പക്ഷെ ഇവിടെ നമ്മൾ വാലൻസ് ബോണ്ട് തിയറിയിൽ കൺസിഡർ ചെയ്യുന്നത് രണ്ട് ആറ്റംസ്, ഹൈഡ്രജൻ ആറ്റംസ്, രണ്ട് ഇൻഡിപെൻഡന്റ് ആറ്റംസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. പിന്നീട് എന്ത് ചെയ്യാണ്? and consider the interactions between them. That means നമ്മൾ ആ ഒരു രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോഴറിയാം ഈ രണ്ട് ആറ്റംസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ച് വരുമ്പോഴത്തേക്കും what happens, there starts ഒരു അട്രാക്ഷൻ അവിടെ ബിൽഡപ്പ് ചെയ്യും ഇല്ലേ? ആദ്യത്തെ ആറ്റത്തിന്റെ ന്യൂക്ലിയസും രണ്ടാമത്തെ ആറ്റത്തിന്റെ ഇലക്ട്രോണും തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ഡെവലപ്പ് ചെയ്ത് വരും. ഓക്കെ, ആ ഇന്ററാക്ഷൻസിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ആ ഇന്ററാക്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് വാലൻസ് ബോണ്ട് തിയറി ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് says that it starts with the individual atoms and consider the interactions between them. Now, VB theory assumes that the wave function for hydrogen molecule VB theory assumes that the wave function for hydrogen molecule psi VB, this psi VB should be expressed as the wave functions of the 1s electron in atom A times the wave function of the 1s electron E2 in atom B. Note that the electrons are indistinguishable. ഇല്ലേ? ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. നമ്മൾ ഒന്നാമത്തെ ആറ്റത്തിന്റെ ഇലക്ട്രോൺ 1s ഇലക്ട്രോൺ, രണ്ടാമത്തെ ആറ്റത്തിന്റെ രണ്ടാമത്തെ ഇലക്ട്രോണിന്റെയും വേവ് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് വി ഹാവ് ടു നോട്ട് ദാറ്റ് the electrons are indistinguishable. ഇവിടെ ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് ആഫ്റ്റർ അവരൊരു അട്രാക്റ്റീവ് ഫോഴ്സിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താകാം, അതായത് ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, HA എന്ന് പറയുന്ന ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഇവിടെ HB എന്ന് പറയുന്ന ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇവർക്ക് രണ്ട് ഇലക്ട്രോൺസും ഉണ്ട്. ഓക്കെ, ഒരു സമയം വരുമ്പോഴത്തേക്കും ഇവരുടെ ഈ HBയുടെ അട്രാക്റ്റീവ് ഫോഴ്സിനുള്ളിൽ ആരും വന്നു ചേരും? ഈ ഫസ്റ്റ് ഇലക്ട്രോൺ, ദാറ്റ് ഈസ് E1 എന്ന് പറയുന്ന ഇലക്ട്രോൺ വന്നു ചേരും. അതുപോലെ തന്നെ HAയുടെ അട്രാക്റ്റീവ് ഫോഴ്സിനുള്ളിൽ E2 എന്ന് പറയുന്നതും വന്നു ചേരും. ഓക്കെ, അപ്പം ഇതെന്തായി മാറും? ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയതുകൊണ്ട് ഏത് ഇലക്ട്രോൺ ആണ് അറ്റ് എ ടൈം HAയുടെ കൂടെയും ഏത് ഇലക്ട്രോൺ ആണ് HBയുടെ കൂടെയും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, and from according
according to valence bond theory, we can express the total wave function psi VB is equal to C1, sorry, okay, we can express it as C1 phi 1 plus C2 phi 2, where C1 F1 plus C2 F2, where F1 എന്ന് പറയുന്നത് എന്താണ്? It is the product of wave functions of 1s A1 and 1s B2, അതായത് ഇലക്ട്രോൺ ആണ്, 1s ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ into second electron. Okay, and since these electrons are indistinguishable, ഈ ഒരു പോസിബിലിറ്റി ഉണ്ട്. F2 is equal to, അതായത് രണ്ടാമതെന്ന് പറഞ്ഞ E2 എന്ന് പറയുന്ന ഇലക്ട്രോൺ എന്തിന്റെ ആകാം? HAയുടെ ആകാം. അതുപോലെ E1 എന്ന് പറയുന്ന ഇലക്ട്രോൺ HBയുടെ ആകാം. അതായത് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. ഓക്കെ, ഇവരെല്ലാം സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നവരാ? അല്ല, ഇവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ചില സമയങ്ങളിൽ E1 എന്തിന്റെ സ്വന്തക്കാരനായിട്ട് മാറും? HBയുടെ സ്വന്തക്കാരനായിട്ട് മാറും. E2 എന്ന് പറയുന്നത് HAയുടെ സ്വന്തക്കാരനായിട്ട് മാറും. അപ്പം ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്ന സമയത്ത് we can represent the wave function as ഇതാണ് product of this first electron and second electron wave functions. Okay, അതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. Since both these electrons are indistinguishable. Okay, then psi VB, therefore we can write it as C1 into phi 1sa1, അതായത് ഈ ഇക്വേഷൻ F1 ഉം F2 ഉം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു വേവ് ഫംഗ്ഷൻ നമുക്ക് അക്സെപ്റ്റബിൾ ആയി മാറണമെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ നോർമലൈസേഷൻ കണ്ടീഷൻ, ഇല്ലേ? നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇന്റഗ്രൽ psi star psi, sorry, integral psi star h cap psi d tau should be equal to 1, അല്ലേ? ഇതാണ് നമ്മുടെ നോർമലൈസേഷൻ കണ്ടീഷൻ. ഇവിടെ ഹൈഡ്രജൻ മോളിക്യൂളിനകത്ത് നമ്മുടെ വേവ് ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. we have to apply normalization. Okay, that means psi star VB h cap psi, here also it is VB dr1 dr2, കാരണം എന്താ? രണ്ട് ഡിസ്റ്റൻസ് ഉണ്ട്, is equal to 1. Then substitute the values and from the നമ്മൾ ഇതിന്റെ C values കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ഇത് C എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഉണ്ടല്ലോ, കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം സെയിം ആയിട്ട് വരും. അതുകൊണ്ടാണ് C² നമ്മൾ പൊതുവായിട്ട് എടുത്തത്, കോമൺ ആയിട്ട് എടുത്തത്. ഓക്കെ, then you have to put the values of this psi values നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Then equal to 1. Then and then നമ്മളിപ്പോ നോക്കുക A plus B, അല്ലേ? This is A, നമുക്ക് A എന്ന് കൊടുക്കാം, and this represents B, അല്ലേ? That is A plus B the whole square എന്നുള്ള ഫോമിലാണ് ഇത് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ എക്സ്പാൻഷൻ നടത്തി കഴിയുമ്പോഴത്തേക്കും we will get the equation like this. Okay, that is this is an square term ആണ്. It is very similar to psi square എന്നുള്ള d tau എന്നുള്ള രീതി, integral psi square d tau എന്നുള്ളതാണ്. This also represents psi square d tau. Okay, psi a എന്ന് കൊടുക്കാം നമുക്ക് ഇവിടെ. This represents psi b, and here it is similar to psi square c square into psi square d tau, and this term represents psi square d tau. ഇങ്ങനെ നമുക്ക് കൊടുക്കാം. And we know that integral normalization condition psi square d tau is equal to എന്താണ്? 1 എന്നുള്ളത് നമുക്ക് ഓൾറെഡി പ്രൂവ്ഡ് ആണ്, ഇല്ലേ? അപ്പം എന്താണ്? കാരണം എന്താ? ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഓർത്തോ നോർമാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, ക്വാണ്ടം മെക്കാനിക്കൽ കണ്ടീഷൻ ഉണ്ടല്ലോ. അപ്പം ആ കണ്ടീഷനാണ് ഈ ഓരോ ടേമും സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഓരോ ടേമും സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് ഓർത്തോ നോർമാലിറ്റി കണ്ടീഷൻ ആണ്. ബിക്കോസ് ബോത്ത് ദ phis are or the wave functions are similar ആയതുകൊണ്ട് നമുക്ക് we can represent these as
Okay. ഇതിനെ നമുക്ക് എന്താ integral psi square d tau എന്ന് പറയുന്നത് that is 1. This is also 1. So the product is again it is 1 plus this is 1 and this is also 1. That is again this is 1. So 1 plus 1 എന്ന് പറയുന്നത് എന്താ 2 ആയിട്ട് മാറും. And what about these terms? These terms represent S, that is the overlap integral. Overlap integral ആണ് capital S. Okay, this term represents capital S and this term also represents capital S. So this term becomes 2 into S square. മനസ്സിലായല്ലോ? Okay, now we can reduce this big equation into, okay, that means 1 plus c square into 1 plus 1 2s square. 1 corresponds to this term, the second one corresponds to this term, and this represents s and s, that is 2s square. Okay, that is equal to 1, or c square is equal to 2 into 1 plus s square is equal to 1, or we can say that c is equal to 1 by square root of 2 into 1 plus s square. Clear ആയല്ലോ? And similarly, therefore we can represent the total wave function. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ wave function, same wave function ഉണ്ടല്ലോ, that is psi എന്ന് പറയുന്ന wave function ഉണ്ടായിരുന്നല്ലോ, psi wave function we can represent it as 1 by square root of 2 into 1 plus s square into these functions. Clear ആണല്ലോ? Okay, now so നമുക്ക് ആ equation ഒന്നുകൂടെ നമുക്ക് എഴുതാം. psi vb is equal to എന്നുള്ളത് ഒന്നുകൂടെ നമുക്ക് എഴുതാം. That is psi vb is equal to 1 by square root of 2 into 1 plus s square into phi of 1sa r1 into phi 1sb of r2 plus phi 1sa of r2 plus into phi 1sb of r1. Okay, this is a wave function corresponding to vb, that is psi valence bond theory വെച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന wave function ആണ്. And what about the wave function corresponding to molecular orbital theory? നമുക്ക് എന്താ കിട്ടിയിരുന്നതെന്ന് നോക്കാം. That is equal to 1 by 2 into 1 plus s into that is phi 1sa of r1 into phi 1sb of r2 plus phi 1sa of r2 into phi 1sb of r1 plus 2 into, sorry, not 2, phi 1sa of r1 into phi 1sa of r2 plus phi 1sb of r2, sorry, r1 into phi 1sb of r2. So see, in this case we can see the normalization factors are different. In this case vb ലും mo ലും നോക്കുമ്പം normalization factors different ആണ്. അതുപോലെ തന്നെ s രണ്ടിടത്താണ് ഓവർലാപ്പിംഗ് ഇന്റഗ്രൽ ആണ്. അപ്പം രണ്ടിടത്തും നമ്മൾ ഓവർലാപ്പിംഗ് എന്നുള്ള കൺസെപ്റ്റ് അംഗീകരിക്കുന്നുണ്ട്. And this first term ഇവിടെയുള്ള ഫസ്റ്റ് ടേം തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. നോ പ്രോബ്ലം. അപ്പം ഒരു ഷെയറിംഗ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. കോവാലന്റ് നേച്ചർ ആണ് കാണിക്കുന്നത്. ദിസ് ഓൾസോ റെപ്രസെന്റ്സ് കോവാലന്റ് നേച്ചർ. ബട്ട്
hydrogen molecule. According to VB theory, it only explains the covalent nature of hydrogen molecule. ഇവർ തമ്മിലുള്ള രണ്ട് ഹൈഡ്രജൻ ആറ്റംസും തമ്മിലുള്ള ബോണ്ടിങ് പ്യൂർലി കോവാലന്റ് എന്നുള്ള രീതിയിലാണ്, ദാറ്റ് ഈസ് ഷെയറിംഗ് ആണ് നമുക്കിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നിരിക്കുന്നത്. അതേസമയം MO തിയറി വെച്ചിട്ട് നോക്കുക, രണ്ട് ഇലക്ട്രോൺസും എയുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്നു. ദാറ്റ് മീൻസ് H മൈനസ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ ഇവിടെ ഉണ്ട് എന്ത് H minus, this is HA minus and this is HB minus. HA plus ആയിട്ട് നിൽക്കുന്നു. That means ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ട് ഒരാൾ ഉണ്ട്, ഒരാൾ ഇലക്ട്രോൺ റിച്ച് ആയിട്ടും. ഇവിടെ HA മൈനസ് ഇലക്ട്രോൺ പിന്നെ എന്താണ് ഇലക്ട്രോൺ റിച്ച് ആയിട്ട് നിൽക്കുന്നു ആൻഡ് HB ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ട് നിൽക്കുന്നു. HB ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. അപ്പം അയോണിക് ക്യാരക്ടർ എവിടെ വരുന്നുണ്ട്? ഈ MO തിയറി കൺസെപ്റ്റ് വെച്ച് വരുന്നുണ്ട്. നേരെ മറിച്ച് VB കൺസെപ്റ്റിൽ എന്ത് മാത്രമേ വരുന്നുള്ളൂ? കോവാലന്റ് നേച്ചർ മാത്രമേ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. MO തിയറിയിൽ it explains both the ionic behavior as well as the covalent behavior of hydrogen molecule. Okay, now another important thing is that VB theory നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതിനകത്ത് നമ്മൾ ആന്റി സിമെട്രിക് പ്രിൻസിപ്പിൾ, അതായത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിരുന്നിട്ടുണ്ട്. ആ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഇലക്ട്രോൺസിന്റെ ഇന്റർചേഞ്ച് കൊണ്ട് ഷുഡ് ബി എങ്ങനെയായിരിക്കണം? ആന്റി സിമെട്രിക് ആയിരിക്കണം. അല്ലെങ്കിൽ ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആന്റി സിമെട്രിക് ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. പോളീസ് ആന്റി സിമെട്രിക് പ്രിൻസിപ്പിൾ, the wave function to be overall negative if the coordinates of the wave functions of both electrons are interchanging എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് S1 S2 നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പോളീസ് ആന്റി സിമെട്രിക് പ്രിൻസിപ്പിൾ. And the present VB equation is not satisfying the anti-symmetric principle of two electrons. So we have now we have two electrons. Okay, therefore it is important for the wave function to be overall negative if the coordinates of both the wave functions of the electrons are interchanging. Okay, that means ഇപ്പൊ നമ്മൾ ഈ ഒരു ഇതുവരെ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ, ഇതുവരെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ psi 1 2 is equal to psi 2 1. ഓക്കെ, ഇന്റർചേഞ്ച് ചെയ്തു. ഇവിടെ ഇലക്ട്രോൺസിന്റെ പൊസിഷൻ ആണ് 1ഉം 2 ആയിട്ട് കൊടുത്തു, ദെൻ ഇന്റർചേഞ്ച് ചെയ്തു 2 and 1 എന്ന് കൊടുത്തു. ഇവര് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നാണ് വരുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ പോളീസ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് എന്തായിരിക്കണം? ഇങ്ങനെ ആകാൻ പാടില്ല. ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആന്റി സിമെട്രിക് ആയിരിക്കണം വിത്ത് റെസ്പെക്ട് ടു ദ ഇലക്ട്രോൺ ഇന്റർചേഞ്ച്. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം? ആന്റി സിമെട്രിക് ആയിരിക്കണം. ആൻഡ് ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ ആന്റി സിമെട്രിക് ആണ്, സ്പിൻ വേവ് ഫംഗ്ഷൻ സെയിം ആയിട്ട് നിൽക്കുക. അല്ലെങ്കിൽ എന്തായിരിക്കണം? ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ സെയിം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന്റെ സ്പിൻ വേവ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കണം? ആന്റി സിമെട്രിക് ആയിരിക്കണം, അല്ലേ? അതായത് നമ്മുടെ ഇതനുസരിച്ചിട്ട് ടോട്ടൽ വേവ് ഫംഗ്ഷൻ ഓഫ് എ മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ടോട്ടൽ വേവ് ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റം ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ സം ഓഫ് ഇറ്റ്സ് ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് സ്പിൻ വേവ് ഫംഗ്ഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. S1ലോ S2ലോ ആണെന്ന് തോന്നുന്നു, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓർബിറ്റൽ വേവ് ഫംഗ്ഷന്റെ സ്പിൻ വേവ് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആയിരിക്കണം അതിന്റെ ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ വേവ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കണം? ആന്റി സിമെട്രിക് ആയിരിക്കണം. ആന്റി സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദ എക്സ്ചേഞ്ച് ഓഫ് ഇറ്റ്സ് കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. അങ്ങനെ വരണമെങ്കിൽ ഇത് രണ്ട് സിമെട്രിക് ആണെങ്കിൽ ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമെട്രിക് ആയി വരും. ആൻഡ് ഇഫ് ഒരെണ്ണം സിമെട്രിക്കും മറ്റേണ്ണം ആന്റി സിമെട്രിക്കും ആണെങ്കിൽ ടോട്ടൽ വേവ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും? ആന്റി സിമെട്രിക് ആയിരിക്കും. ഇനി രണ്ടെണ്ണവും, അതായത് ഓർബിറ്റൽ വേവ് ഫംഗ്ഷനും സ്പിൻ വേവ് ഫംഗ്ഷനും ആന്റി സിമെട്രിക് ആണെങ്കിലോ again that psi function becomes symmetric. Okay, that means നമ്മൾ പ്ലസ് ആൻഡ് മൈനസ് പ്ലസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്ലസ് കിട്ടുന്നു, പ്ലസ് മൈനസ് കൊടുക്കുമ്പോൾ പ്ലസ് കിട്ടുന്നു, then പ്ലസ് ആൻഡ് മൈനസ് ഓർ മൈനസ് ഓർ പ്ലസ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മൈനസ് കിട്ടുന്നു. This corresponds to
anti-symmetric. അങ്ങനെ മാത്രം ഓർത്താൽ മതി. ഓക്കെ. അപ്പോൾ ഒന്നുകിൽ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ ആന്റിസിമെട്രിക് ആയിരിക്കണം, അല്ലെങ്കിൽ സ്പിൻ വേവ് ഫംഗ്ഷൻ ആന്റിസിമെട്രിക് ആയിരിക്കണം. രണ്ടല്ല, ഒന്ന് എന്തായിരിക്കണം, ആന്റിസിമെട്രിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പോളീസ് ആന്റിസിമെട്രിക് പ്രിൻസിപ്പിൾ പറയുന്നത്. ബട്ട് ഇതുവരെ നമ്മൾ VB തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ, നമ്മൾ സ്പിൻ ഫംഗ്ഷൻ കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെ വരുന്നതുകൊണ്ട് and the condition is that phi, so we have to consider that condition also. Therefore phi 1 2 is equal to minus of 2 1 2 1, and therefore we have to multiply this wave function with respect to with the spin wave function also. ഇതിനകത്ത് രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിന്റെയും this plus sign ആണ് കൊടുത്തിരിക്കുന്നത്. That means energy determine ചെയ്യുമ്പോഴത്തേക്കും lower energy corresponds to plus sign. അത് symmetric ആണ്. This corresponds to symmetric wave function. ഈ orbital wave function എന്ന് പറയുന്നത് എന്താണ്? This is symmetric, but therefore we have to multiply with an anti-symmetric spin wave function. Anti-symmetric ഒരു 2 electron system എടുക്കുകയാണെങ്കിൽ 2 electron ഒന്നെങ്കിൽ ഇങ്ങനെ നിൽക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കാം, അല്ലെങ്കിൽ എങ്ങനെ നിൽക്കാം, ഇങ്ങനെ നിൽക്കാം, അല്ലെങ്കിൽ രണ്ടും ആന്റിസിമെട്രിക് ആയിട്ട് തന്നെ നിൽക്കാം. ഓക്കെ, ഇങ്ങനെ പല പോസിബിലിറ്റീസ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് ഈ എടുത്തിരിക്കുന്നത്. ഓക്കെ, ആൽഫ 1 എന്ന് പറയുന്ന പ്ലസ് ഹാഫും, ബീറ്റ ആൽഫ എന്ന് പറയുന്ന പ്ലസ് ഹാഫും, ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ഹാഫും ആണ്. ഈ 1 2 എന്ന് പറയുന്ന സബ്സ്ക്രിപ്റ്റ്, ദിസ് റെപ്രസെന്റ്സ് ദ ഹൈഡ്രജൻ ഇലക്ട്രോൺസ്. രണ്ട് ഇലക്ട്രോൺസിനെയാണ് ആൽഫ 1 എന്നും ബീറ്റ 2 എന്നും 1 ഉം 2 ഉം റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, നൗ അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്തായിരുന്നു? ദാറ്റ് ഈസ് I is equal to C1 F1 plus C2 F2 എന്നുള്ളതാണ്. അതിനകത്ത് C1 is equal to C2 എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ അതിനെ C എന്ന് എടുത്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സിമിലർലി നമ്മൾ ഇതിനെ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും C1 is equal to minus C2, that is equal to C1 is equal to minus C2 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും വരുന്നുണ്ട് നമ്മൾ ഇതിനെ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും. അപ്പം C1 is equal to C2 is equal to C വരുന്നതിനെയാണ് നമ്മൾ അതിന്റെ ലോവർ എനർജി അല്ലെങ്കിൽ VB പ്ലസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് VB പ്ലസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഒരു കണ്ടീഷൻ ഉണ്ട്, എന്താ? C1 is equal to minus C2 എന്ന് പറയുന്ന കണ്ടീഷനും പോസിബിൾ ആണ്. അത് നമ്മൾ ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് that is psi VB is equal to C1 F1 plus C2 F2, where when C1 is equal to minus C2, then we get the higher vibrational molecular function or the wave function, that is psi VB minus. This corresponds to a higher energy level. ഇതിന്റെ corresponding energy എന്ന് പറയുന്നത് higher ആയിരിക്കും, which is equal to 1 by square root of 2 into 1 minus s square into this term. Okay, and this corresponds to anti-symmetric. This corresponds to anti-symmetric wave function, orbital function, anti-symmetric orbital function. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്പിൻ വേവ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കണം? That should be symmetric. സ്പിൻ വേവ് ഫംഗ്ഷൻ, ഇത് ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ ആന്റിസിമെട്രിക് ആണെങ്കിൽ സ്പിൻ വേവ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കണം? സിമെട്രിക് ആയിരിക്കണം. അപ്പം 3 പോസിബിലിറ്റി ഉണ്ട്. ആൽഫ 1 ആൽഫ 2, ദാറ്റ് ഈസ് ഇങ്ങനെ തന്നെ നിൽക്കാനായിട്ടുള്ളതുണ്ട് പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതാണ് ബീറ്റ 1 ബീറ്റ 2 എന്ന് പറയുന്നത്. ദെൻ ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ദീസ് സ്പേസ്. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ ഒരു പ്ലസ് സൈൻ ആണ് ഉള്ളത്. ഓക്കെ, ദിസ് ഓൾസോ സിമെട്രിക് വേവ് ഫംഗ്ഷൻ. സോ ഇത് എന്താണ്? ആന്റിസിമെട്രിക് ആയിരുന്നു, and this is symmetric. Therefore the total wave function becomes anti-symmetric. Clear ആയല്ലോ? So any one of the three is
as good as any one of these three is as good as the other, because what we have is the spin part is symmetric with respect to the interchange and the absence of interactions of electron spins with each other or with the spin of the orbital or with the external magnetic field. All these three states are degenerate. So this state is called a triplet state. ഇതിനെ നമ്മൾ triplet state എന്ന് പറയും. ഇതിനെ നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയോ? Singlet state. അതായത് ഒരു എനർജി ലെവൽ മാത്രമേ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു എനർജി ലെവൽ മാത്രമേ പോസിബിൾ ഉള്ളൂ. So this is known as the singlet state, and in this case, since both the three states are degenerate, it is called the triplet. ഇതിനെ നമ്മൾ triplet എന്ന് പറയുന്നു. The antisymmetric linear combination of the spatial orbital of the electron has to be associated with the triplet state of the pair of electrons in their spin quantum number. Now, let's write down the Hamiltonian operator. So, this is the picture of this hydrogen molecule. നമ്മൾ നേരത്തെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെ, അതായത് MO തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഹാമിൽട്ടോണിയൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് അതിന് യാതൊരു വ്യത്യാസവും ഇല്ല. ആൻഡ് ഈ ഹാമിൽട്ടോണിയൻ ഇട്ട് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ ഞാൻ സോൾവ് ചെയ്യുന്ന പാർട്ടൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം അത് ടൈം കൺസ്യൂമിങ് ആണ്. നമുക്ക് എനർജി മാത്രം കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് എനർജി കറസ്പോണ്ട്സ് ടു VB plus is equal to 2 into 1s, that is energy of hydrogen atom ആണ് ഇത്. രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിന്റെ കറസ്പോണ്ടിങ് എനർജി പ്ലസ് J plus K divided by 1 plus S square, and that is the antibonding. Okay, energy level എന്ന് പറയുന്നത് എന്താണ്? This corresponds to bonding state, and is of lower energy. Okay, and this corresponds to antibonding condition, and it has higher energy compared to the compared with the hydrogen constituent hydrogen atoms. Okay, and the difference in energy with that of hydrogen atom is represented here. That is ഇത് സ്റ്റെബിലൈസ് ചെയ്തിരിക്കുന്നു J plus K divided by 1 plus S square value, അത് സ്റ്റെബിലൈസ് ചെയ്തിരിക്കുന്നു. This is the difference. Okay, and if we are plotting that ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമ്മുടെ വേവ് ഫംഗ്ഷൻ, നമ്മൾ എനർജിയെ നമ്മൾ പ്ലോട്ട് ചെയ്യുക, എനർജിക്ക് അനുസരിച്ച് നമ്മൾ പ്ലോട്ട് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ആർ. ഇവിടെ ഒരു കാര്യം നോക്കണം, J എന്ന് പറയുന്നത് എന്താണ്? J represents the Coulomb integral. ഒരു കാര്യം കൊണ്ട് J represents the Coulomb integral. Coulomb integral എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ള നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നതാണ്. K represents the exchange integral, and S represents the overlap integral. Okay, and when we are plotting E, that is energy versus R. Okay, energy versus R. R എന്ന് പറഞ്ഞാൽ എന്താണ്? Internuclear distance. ഈ ഡിസ്റ്റൻസിനെയാണ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത്. Okay, if we are plotting this psi VB, energy corresponding to psi VB plus അല്ലെങ്കിൽ EVB plus plot ചെയ്യുകയാണെങ്കിൽ we will get a curve like this. Okay, we will get a curve like this. ഇവിടെ നമുക്കൊരു മിനിമം ഉണ്ട്. മറ്റേ ഓർക്കുന്നുണ്ടോ, നമ്മുടെ MO തിയറി അനുസരിച്ച് ഇവിടെ നിന്നായിരുന്നു നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഇങ്ങനെയായിരുന്നു വന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ MO തിയറി അനുസരിച്ച് വന്നിരുന്ന ഗ്രാഫ് ഈ രീതിയിലായിരുന്നു വന്നിരുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന, അതായത് ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജിയെക്കാട്ടിലും ഉയരത്തിൽ നിന്നാണ് നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ഇവിടെ നമുക്ക് അങ്ങനെയല്ല വന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് നോക്കിക്കേ, ഇതിനെക്കാട്ടിലും ഉയർന്നാണ് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ഈ വാല്യൂ ഉണ്ടല്ലോ, രണ്ട് കേസിലും ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, തൽക്കാലം ഇതങ്ങ് മായ്ക്കുകയാണ്.
MO ഡയഗ്രത്തിന്റെ okay നമുക്ക് അവിടെ ഇത് പ്ലോട്ട് ചെയ്യുക. പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ we will get a curve like this and this represents the experimentally determined curve ആണ് ഈ റെഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന experimentally determined energy ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. okay and there is one more plot that corresponds to psi this corresponds to EVB minus. EVB minus എന്ന് പറയുന്നത് നമുക്കൊരു മിനിമൈസ്ഡ് എനർജി ലെവലല്ല വരുന്നത് കണ്ടോ, ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഇത് ഒരിക്കലും ബോണ്ട് ഫോർമേഷനെ ഫേവർ ചെയ്യുന്നില്ല, അൺസ്റ്റേബിൾ ആയിട്ട് കിടക്കുന്ന കർവാണ് ഈ വരുന്നത്. ഓക്കെ, ദിസ് കറസ്പോണ്ട്സ് ടു E plus VB. This corresponds to energy of experimental energy. Okay, now ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് പറയുന്നത് ഡിസോസിയേഷൻ എനർജി. ഹയർ എനർജി എന്ന് കൊടുക്കാം. Okay, now see this dissociation energy ഇവിടെ എക്സ്പെരിമെന്റലി കിട്ടിയിരിക്കുന്ന നമ്മുടെ VB തിയറി അനുസരിച്ച് കിട്ടിയിരിക്കുന്ന ഡിസോസിയേഷൻ എനർജി, ദാറ്റ് ഈസ് ഈ ഒരു എനർജി ഡിഫറൻസ്. ഈ ഒരു എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് 3.14 ഇലക്ട്രോൺ വോൾട്ട്സ് ആണ്. നേരെ മറിച്ച് ഡിസോസിയേഷൻ എനർജി കാൽക്കുലേറ്റ് യൂസിങ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.68 ഇലക്ട്രോൺ വോൾട്ട്സ് and the experimental value is 4.75 electron volts. അപ്പം എക്സ്പെരിമെന്റൽ വാല്യൂ ആയിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരാണ്? നമ്മുടെ VB തിയറി വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ്. സോ VB theory, we can say that this VB theory is more appropriate for explaining the dissociation energy of this hydrogen molecule. അപ്പോൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് വരുന്ന എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ ആയിട്ട് കുറച്ചുകൂടെ ചേർന്ന് വരുന്നത് ആരാണ്? VB തിയറിയാണ് കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത്. Okay, now let's compare both these theories, MO theory and VB theory. Both theories explain bonding in terms of orbital overlap. അതാണ് നമ്മൾ S എന്ന് പറയുന്ന ടേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഓവർലാപ്പ് ഇന്റഗ്രൽ. And molecular stability is attained via exchange of electrons. രണ്ട് കേസിലും പറയുന്നുണ്ട്, that is covalent character. Bonding is explained due to the increase in electron density between nuclei. MO theory put more electron density than VB theory. MO theory നമ്മൾ കൂടുതൽ electron density ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. MO theory underestimate the charge correlation. Then another important feature is that VB theory gives better estimate of dissociation energy than molecular orbital theory. Okay, for hydrogen molecule against experimental value of 4.75 electron volts. VB theory predicts the dissociation of hydrogen molecules as H radical, H atoms, hydrogen atoms ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. But MO theory as H plus and H minus, that is ionic പാർട്ടും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആർക്ക് പറ്റുന്നുണ്ട്? MO theoryക്ക് സാധിക്കുന്നുണ്ട്. And the prediction of VB theory is more agreeing with the experimental result. So VB theory is superior to MO theory in case of hydrogen molecule. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് മൾട്ടിസെൻട്രിക് ആയിട്ടാണ് നിൽക്കുന്നത് MO തിയറി നിൽക്കുന്നത്. ഈ ഒരു രീതിയിലാണ് പിന്നെ എന്തിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? MO തിയറിക്കകത്ത് വരുന്നത്. അതേസമയം VB തിയറിക്കകത്ത് നമ്മൾ പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ല് അല്ലെങ്കിൽ വാലൻ ഷെല്ലിലുള്ള സംഭവങ്ങൾ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് വാലൻ ഷെൽ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് പിന്നെ എന്ത് പറയുന്നത് VB തിയറിക്കകത്ത് പറയും. അതുകൊണ്ടാണ് മൾട്ടി സെൻട്രിക് എന്ന് പറയുന്ന ഈ MO തിയറിയിൽ വരുന്നത്. MO തിയറിയിൽ VB തിയറി മൾട്ടി സെൻട്രിക് അപ്രോച്ച് നമ്മൾ വാലിഡ് ആയിട്ട് വരുന്നില്ല. ആഫ്റ്റർ ഡിസോസിയേഷൻ
ഇവിടെ വെച്ച് അത് ഡിസോസിയേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ആറ്റംസ് ആയിട്ട് തന്നെ നിൽക്കുന്നു. ബട്ട് ഇൻ ദിസ് കേസ് എല്ലാ പോസിബിലിറ്റി ഉണ്ട്, H+ഉം H- ആയിട്ട് നിൽക്കാനായിട്ടുള്ള പോസിബിലിറ്റി പറയുന്നത്. Now what are the drawbacks of VB theory? VB theory is about 90% successful in explaining much of the descriptive chemistry of ground state. VB theory fails to account for the triplet state of oxygen for the bonding in electron deficient such as diborane. It is not very useful in consideration of excited state, hence for spectroscopy. Excited state ne kurichu explain cheyanayittu VB theory ku pattunnilla, and many of these deficiencies are remedied by MO theory. So finally I conclude this session, and thank you for listening. Have a nice day.